മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരങ്ങൾ ബോക്സ് ഓഫീസിൽ പോരാടിയിട്ടും ഒരു പുതുമുഖ നായകനും ഒരു പുതുമുഖ നായികയും ഒന്നിച്ച് ഒരു സിനിമ ആ ബോക്സ് ഓഫീസിലെ ആ ഒരു സീസണിൽ വിന്നറായി. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1988 ഓണം സീസൺ. ആ ഓണത്തിനോടനുബന്ധിച്ച് കുറച്ച് സിനിമകൾ അന്ന് തിയേറ്റർ ചാർട്ട് ചെയ്തു. അപ്പോൾ ചാർട്ട് ചെയ്യുന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അതിൽ പല സിനിമകളെക്കുറിച്ച്. അതിലേറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അന്നത്തെ ഹിറ്റ് കൂട്ടുകെട്ട്, ഐ.വി. ശശി, ദാമോദരൻ മാഷ് കൂട്ടുകെട്ടിൻ്റെ സിനിമ. മമ്മൂട്ടിയാണ് നായകൻ. പക്ഷെ മമ്മൂട്ടിയും രതീഷ് ഉൾപ്പെടെ സുരേഷ് ഗോപി ഒരുപാട് താരങ്ങൾ, എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഒഴിച്ച് അന്ന് ഐ.വി. ശശിയുടെ സിനിമകൾ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേര് ഒന്നിച്ച ഒരു സിനിമ. 1921 ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു തിരക്കഥയൊക്കെ ആയിരുന്നു. അന്ന് അതുവരെയുള്ള ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. അതായത് ഏകദേശം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് 1.25 കോടിക്ക് മുകളിലായിരുന്നു അന്ന് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ്. അങ്ങനെ ആ ഒരു സിനിമ 1921 വളരെ പ്രതീക്ഷയോടുകൂടി 1988 ഓണത്തിന് തിയേറ്ററിലെത്തി. മറ്റൊരു സിനിമ മമ്മൂട്ടിയുടെ തന്നെ, ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൻ്റെ ഹിറ്റ് കൂട്ടുകെട്ടാണ്. ന്യൂഡൽഹിയും നായർ സാബും ഒക്കെ ചെയ്ത ആ ഒരു കൂട്ടുകെട്ടിൻ്റെ. അന്ന് ആക്ച്വലി നായർ സാബ് ഇറങ്ങിയിട്ടില്ല, നായർ സാബിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷെ ഒരുപാട് സിനിമകൾ ജോഷിയും ഡെന്നിസ് ജോസഫും ചെയ്യുന്നുണ്ട്, ജോഷിയും മമ്മൂട്ടിയും ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ തന്ത്രം. ആ ഒരു സിനിമയും അന്ന് ഓണത്തിന് തിയേറ്ററിലെത്തി. പിന്നെ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ സിനിമ. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് നോക്കാൻ തളവട്ടം ഒക്കെ കഴിഞ്ഞ് അവരുടെ ഒരു ഹിറ്റ് കോംബോയാണ് അവരുടെ. പക്ഷെ ഇടയ്ക്ക് കുറച്ച് സിനിമകൾ പരാജയപ്പെടുന്നൊക്കെ ഉണ്ട്. ഇപ്പം ചെപ്പ് പോലത്തെ ചില സിനിമകളൊക്കെ 87 ഒരു ചെപ്പൊന്നും അങ്ങനെ വിചാരിച്ച പോലെയൊന്നും തിയേറ്ററിൽ ക്ലിക്കായില്ല. പിന്നെ 88 മൂന്തേട്ട സുമിത്ത് വിളിക്കുന്നു, എനിക്ക് തോന്നുന്നു ആ സിനിമയും വന്ന് തിയേറ്ററിൽ അങ്ങനെ വലിയൊരു വിജയമായില്ല. പിന്നെ വന്ന ഒരു സിനിമയാണ് ആര്യൻ. അത് 88 ഓണത്തിന്. ആ 88 ക്രിസ്മസിന് ചിത്രം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. ആര്യൻ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ചിത്രത്തിലേക്കൊക്കെ കിടക്കുന്നത്. എന്തായാലും ആര്യൻ അന്ന് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തിയേറ്ററിൽ എത്തിയ സിനിമ. പിന്നെ ഒരു സിനിമ അന്നത്തെ ഹിറ്റ് സംവിധായകനായ PG വിശ്വനാഥൻ. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതായത് 80കളുടെ അവസാനമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് സിനിമകളുടെ അധികം ഹിറ്റുകളൊന്നുമില്ല. ഹിറ്റുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ അദ്ദേഹം ചെയ്ത് കുറഞ്ഞൊരു സമയമായിരുന്നു. പ്രത്യേകിച്ച് 90കളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മുകേഷിനെയും ജഗദീഷിനെയൊക്കെ വെച്ചിട്ടുണ്ട്, സിദ്ദിഖൊക്കെ ഒരുപാട് ഹിറ്റുകൾ. പിന്നെ ആ വേറൊരു പാറ്റേണിൽ അദ്ദേഹം ലോ ബഡ്ജറ്റ് സിനിമകൾ ചെയ്തു. ഗംഭീര ഫിലിം മേക്കറാണ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് സിനിമകൾ എടുക്കുന്ന ഒരു ഫിലിം മേക്കർ എന്ന പേരെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഒരു വിവാദ വിഷയം. ഈ സിനിമയിൽ അന്ന് നായകനിരയിലോട്ട് കയറി വരുന്ന വളരെ പ്രോമിസിങ് ആയിരുന്ന ക്യാരക്ടർ റോളുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ നായകനായിട്ടും ഇനി അങ്ങോട്ട് അടുത്ത സ്റ്റാർ ആയിരിക്കും എന്നുള്ള ഒരു മാസികകളും എല്ലാത്തിലും വാർത്തകളൊക്കെ വന്നിരുന്നു. ദേവനും അതുപോലെ തന്നെ സുരേഷ് ഗോപി എന്ന ദേവനെക്കാട്ടും താരമൂല്യം കുറഞ്ഞ നടനാണ്. ഇവർ രണ്ടുപേരുമായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഈ ഒരു സിനിമ ഒരു വിവാദ വിഷയം. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു ഓണത്തിന് തിയേറ്ററിൽ റിലീസായിരുന്നത്. ഇതിലിപ്പോൾ 1921 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂട്ടിയും സുരേഷ് ഗോപി, സീമ, ഉർവശി, മധു, രതീഷ്, അങ്ങനെ ഒരുപാട് താരങ്ങൾ, പല പല തലമുറയിൽപ്പെട്ട താരങ്ങളൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബഡ്ജറ്റ് കാരണം, നേരത്തെ പറഞ്ഞ പോലെ 1.25 കോടിയുടെ മുകളിലൊക്കെ ബഡ്ജറ്റ് വന്ന കാരണം ആ സിനിമയ്ക്ക് കളക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു 1 കോടിയുടെ മുകളിലൊക്കെ കളക്ഷനൊക്കെ 2 കോടിയൊക്കെ കളക്ഷൻ വന്നിട്ടുണ്ട് തോന്നുന്നു, പല B ക്ലാസ് C ക്ലാസ് ഒക്കെ കൂടിയിട്ട്. പക്ഷെ ഇവർക്ക് ആ ഒരു ലാഭം, ഇത്രയും ബഡ്ജറ്റ് വന്നുകൊണ്ട് അതിനുള്ള ഒരു ലാഭം ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതല്ല. അതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടും ഏകദേശം അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് വന്നൊരു പടമായിരുന്നു വൈശാലി. ഭരതൻ MT, എത്രയോ കാലം മുമ്പ് ഭരതനും MT ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത്. ഭരതൻ നമുക്കറിയാം ഋഷ്യശൃംഗന്റെ ഒരു പടമൊക്കെ വരച്ച് ഓഡിഷനൊക്കെ നടത്തി ഒരുപാട് പുതുമുഖങ്ങളെയൊക്കെ തേടിയിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് വിനീതിനെ ആലോചിച്ചിട്ടുണ്ട്. ആദ്യം ഋഷ്യശൃംഗന്റെ ഒരു കഥ എന്നുള്ള രീതിയിൽ ആലോചിച്ചു, വിനീതിനെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പൂർത്തിയായപ്പോൾ വിനീത് ആ റോളിന് ആപ്റ്റല്ല എന്ന് മനസ്സിലാക്കി വിനീത് കുറച്ചും കൂടി യങ് ആണെന്ന് തോന്നിയിട്ടാണ് ഇപ്പൊ സഞ്ജയ് എന്ന് പറഞ്ഞ നടനിലേക്ക് പോകുന്നത്. നായികയായിട്ട് സുവർണനെ കണ്ടുപിടിക്കുന്നു സുവർണ. പിന്നെ രാജാവായിട്ട് ബാബു ആന്റണി. ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. ബാബു ആന്റണി അന്ന് വളരെ യങ് ആണ്. അതിൻ്റെ ഒരു ഡബിൾ പ്രായമുള്ള റോളാണ് രാജാവിൻ്റെ റോൾ ചെയ്തത്. VK ശ്രീരാമൻ, നെടുമുടി വേണു, ഗീത, ഒരുപാട് പാർവതി, വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. ഗംഭീര പടമാണ്. പടത്തെക്കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് പിന്നീട് അറിയപ്പെട്ട, അന്നും അതെ പിന്നീട് അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന രീതിയിലാണല്ലോ നമുക്ക് ഇന്നത്തെ ജനറേഷൻ. പക്ഷെ അദ്ദേഹമാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ എത്തിയതായിരുന്നു. അന്ന്
ഈ വൈശാലിയുടെ അസോസിയേറ്റ് ആയിരുന്നത് പിന്നീട് പ്രശസ്ത സംവിധായകനായി മാറിയ ജയരാജായിരുന്നു. ജയരാജ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സിനിമ അന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു സമയവും ഒക്കെ ആയപ്പോൾ ഐ വി ശശിനെ കണ്ടപ്പോഴെന്തോ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ സിനിമയാണ് പേടി, ഞങ്ങൾക്കൊരു പേടിയാണ് നിങ്ങളുടെ ഒപ്പിറക്കൽ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പേടിക്കുന്നത് നിങ്ങളുടെ സിനിമയാണെന്ന് ഐ.വി. ശശി എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും വൈശാലി അന്ന് ഗംഭീര വിജയമായി മാറി. ഒരു 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 എന്താ പറയുക, അതുവരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള വിഷ്വൽസും ഒക്കെ ആയിരുന്നു. ആ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ തന്ത്രം, ജോഷി ഡെന്നിസ് ജോസഫ് ന്യൂഡൽഹിയിലൊക്കെ അവർ ഭയങ്കര അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് നായർ സാബ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുന്നു, അത് റിലീസിന്റെ കാര്യങ്ങൾ നടക്കുന്നു. കുറച്ച് ഡിലേ വന്നു നായർ സാബൊക്കെ. ആ സമയത്ത് ചെയ്തൊരു സിനിമ തന്നെയാണ് തന്ത്രം എന്ന് പറയുന്നത്. അതിൽ ഉർവശി നല്ലൊരു നായികയായിട്ടാണ്. ഉർവശി നല്ലൊരു വേഷം. എനിക്ക് തോന്നുന്നു ഉർവശിക്ക് അന്നത്തെ ക്രിട്ടിക്സ് അവിടെ എന്തോ ചെറിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു വർഷത്തെ. പക്ഷെ തന്ത്രം അന്ന് ഇനീഷ്യലൊക്കെ ലഭിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു ഓണത്തിനോടനുബന്ധിച്ച് ആദ്യം തിയേറ്ററുകളിൽ എത്തിയ ഒരു സിനിമ തന്ത്രമാണെന്ന് തോന്നുന്നു. ആ ഒരു ഫസ്റ്റ് തിയേറ്ററിൽ എത്തിയത് തന്ത്രമാണ്. പക്ഷെ തന്ത്രം ആ ഒരു ഇനീഷ്യൽ കളക്ഷൻ ലഭിച്ചതല്ലാതെ പിന്നീട് തന്ത്രത്തിന് വലിയൊരു കളക്ഷനിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരു വിവാദ വിഷയം, ഇതുള്ള കല്ലു ഡെന്നിസിന്റെ സ്ക്രിപ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ദേവനും ലിസിയും സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച സിനിമയാണ്. വിവാദ വിഷയവും ഇതുപോലെ തന്നെ അങ്ങനെ വലിയൊരു കളക്ഷനിലേക്കൊന്നും പോയിട്ടില്ല. എനിക്ക് ആ സിനിമ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ടൊരു ഓർമ്മയില്ല. പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ഒരു സിനിമ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആര്യൻ, ടി ദാമോദരന്റെ സ്ക്രിപ്റ്റിൽ പ്രിയദർശൻ, വളരെ കുറച്ച് സിനിമകളാണ് ടി ദാമോദരന്റെ സ്ക്രിപ്റ്റിൽ ചെയ്തിട്ട്, എല്ലാം ഗംഭീരമാണ്. കലാപനി ആയിക്കോട്ടെ, അദ്വൈത ആയിക്കോട്ടെ, എല്ലാം ഒരു ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റുകളുടെ. ആര്യൻ ഗംഭീര കഥ തന്നെയാണ് ആര്യന്റെ. അന്ന് ബോംബെയിലേക്ക് പോയി ഷൂട്ട് ചെയ്യുക, കുറെ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ മോഹൻലാലും രമ്യ കൃഷ്ണൻ, അതുപോലെ തന്നെ ശോഭന ഉണ്ട്. ചെറിയ റോളാണ്, ആ നാട്ടിലുള്ള റോളായിട്ട്, പക്ഷെ നല്ല റോളാണ്. പിന്നെ നമുക്കൊരു കുതിരോട്ടം. അപ്പോൾ ഒരുപാട് പേരുണ്ട് ആ ഒരു സിനിമയിൽ. ബാലയ്ക്കൻ നായർ, മോണിഷ, പിന്നെ കുറെ ഹിന്ദിയിലുള്ള നടന്മാരെല്ലാവരും ഉണ്ട്. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമയും അന്ന് വിജയം തന്നെയായിരുന്നു. അന്ന് തിയേറ്ററിൽ എത്തിയപ്പോൾ അത്യാവശ്യം അത് നല്ല ഒരു വിജയിച്ച ഒരു സിനിമ. ആ വർഷത്തെ വിജയ് സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു. അത് പിന്നീട് റീമേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിൽ. അത് തമിഴിൽ സത്യരാജാണ് അന്ന് ഒരുവിധം മോഹൻലാൽ രാജാവിന്റെ മകനും ഗാന്ധിനഗർ സെക്രട്ടറിയും ചിത്രവും കുറേ സിനിമകൾ ഒക്കെ തമിഴിലേക്ക് ചെയ്തിട്ടുള്ളത് സത്യരാജാണ്. പിന്നെ തെലുങ്കില് നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണനാണ് ചെയ്തത്. കന്നഡയിൽ അംബരീഷാണ് ചെയ്തത്. ഇത്രയും സിനിമകളിൽ അന്ന് വിന്നർ എന്ന് പറയുന്നത് ശരിക്കും കട്ടയ്ക്ക് പോരാടിയത് എനിക്ക് തോന്നുന്നു വൈശാലിയും ആര്യനും തന്നെയായിരുന്നു. പക്ഷെ അതിൽ ഏതാണ് കൂടുതൽ ഹിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈശാലി തന്നെയായിരിക്കും. എക്സാക്ട് കണക്ക് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അന്നൊരു വിന്നർ എന്ന് പറയാവുന്നെങ്കിൽ അതൊരു വൈശാലി തന്നെയാണ്. ആര്യനും ഒപ്പം തന്നെയുണ്ട്. പക്ഷെ മറ്റ് സിനിമകളൊക്കെ ഈ പറഞ്ഞ 1921 ഓടിയ സിനിമയാണ്. പക്ഷെ ഇതിനൊക്കെ താഴെയായി പോയി, കാരണം അതിന്റെ ബഡ്ജറ്റ് കൂടിയത് കാരണമാണ് അതിൻ്റെയൊക്കെ താഴെയായി പോയത്. പിന്നെ തന്ത്രമായാലും അന്ന് ഒരു ആവറേജിൽ ഒതുങ്ങി. വിവാദ വിഷയമായാലും അന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല. ഈ സിനിമകളൊക്കെ റിലീസാവുന്ന സമയത്ത് എനിക്കൊന്നൊരു 3 വയസ്സേ ഉള്ളൂ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 1921 രാഗം തിയേറ്ററിലാണ് റിലീസായിട്ടുള്ളത്. പിന്നെ വൈശാലി എനിക്ക് അതിനെ പെട്ടെന്ന് ഓർമ്മയില്ല. പക്ഷെ പിന്നീട് ഈ ജയരാജ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് വൈശാലി അന്ന് ജോസ് തിയേറ്ററിലാണ് കാണുന്നത്. അപ്പൊ അന്ന് ജോസ് തിയേറ്റർ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് ക്രൂ മെമ്പേഴ്സിനൊന്നും കാണാൻ പറ്റാതെ അവരാ ഒരു സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് നിലത്തിരുന്നിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത് എന്നൊക്കെ ഇവർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ആ സമയത്ത് രാമദാസ് തിയേറ്ററിലാണ്. ഇത്രയും പ്രധാനപ്പെട്ട സിനിമകളാണ്. ഞാൻ പിന്നെ ഇപ്പൊ ഒന്ന് നെറ്റിൽ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് തന്ത്രം സ്വപ്ന തിയേറ്ററിലും വിവാദ വിഷയവും രാമദാസ് തിയേറ്ററിലാണ് റിലീസായിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആര്യൻ രാമദാസിൽ ഇറങ്ങി പിന്നീട് പോയ ശേഷമാണ്, ആര്യൻ മാറിയ ശേഷം കുറെ കഴിഞ്ഞിട്ടായിരിക്കാം വിവാദ വിഷയം റിലീസായത്. എന്തായാലും അന്ന് ജോസ് തിയേറ്ററിൽ ഭയങ്കര കളക്ഷൻ വൈശാലിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഓണം ജോസ് തിയേറ്റർ ഭയങ്കര ചാകരയായിരുന്നു എന്നൊക്കെ പിന്നീട് പറയണത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിലൊരു സിനിമയും അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഓർമ്മയില്ല. കാരണം എൻ്റെ ഓർമ്മയിൽ 89 ചാണക്യനും കിരീടമൊക്കെയാണ് തിയേറ്ററിൽ കണ്ടു തുടങ്ങിയ ഒരു ഓർമ്മയുണ്ട്. അതിന് മുമ്പൊക്കെ ചെറിയ കുട്ടിയായിരിക്കും തിയേറ്ററിൽ പോയിട്ടുണ്ടാവാം, കടന്നുറങ്ങിയിട്ടുണ്ടാവാം, അതൊന്നും ഓർമ്മയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ സിനിമകൾ കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുക.